അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നാട്ടിൽ പോവാൻ മുട്ടി. ക്രെഡിറ്റ് കാർഡ് ഉറച്ചു, ടിക്കറ്റ് എടുത്തു. നാട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് 6 മാസം പോലും തികച്ചാവാത്തതുകൊണ്ട് ആർക്കും ഒരു സാധനം മേടിച്ചുകൊണ്ടിരില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ചു. ഇത്തവണ നോം ഒറ്റയ്ക്കാണ് പോണത്. ഫ്രിഡ്ജ് കാലിയാക്കൽ മഹാമഹ ആയതുകൊണ്ട് നല്ല വിഭവസമൃദ്ധമായ ഒരു ഡിന്നർ ആയിരുന്നു. എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പാക്ക് ചെയ്യുന്നവരാണോ അതോ തലേ ദിവസം പാക്ക് ചെയ്യുന്നവരാണോ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇപ്രാവശ്യം നേരത്തെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇത്തവണ നാട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോ എന്തൊക്കെയോ ഒരു മിസ്. അയർലൻഡിനോട് ഒരു ഹോംലി കണക്ഷൻ ഒക്കെ വന്ന പോലെ. ചില്ലി പൈസ കൊടുക്കാണ്ട് ആരും അടുത്തില്ലാത്ത 2 വിൻഡോ ഉള്ള വിൻഡോ സീറ്റ് എനിക്ക് തന്നതിന് ഖത്തർ എയർവേസിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയിൽ കാലുകുത്തി ഞാൻ ആദ്യം കാണുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റൂണിനെയാണ്. കുറെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടിട്ടാണ് റൂണി കാണാൻ വന്നേക്കണത്. കേരളത്തിൽ അങ്ങോട്ട് ലാൻഡ് ചെയ്താൽ കാണുന്ന ആ പച്ചപ്പും ഹരിതാപം ഒക്കെ ഉണ്ടല്ലോ, ഹായ് എന്തൊരു സുഖം എന്തൊരു സുഖം. പണം പോട്ടെ പവർ വരട്ടെ എന്ന് പറഞ്ഞ് കാറൊക്കെ വിളിച്ചിട്ടാണ് മാതാജിയും പിതാജിയും വന്നേക്കണത്. എന്റെ മോതിരട്ട് എസ്തെറ്റിക്സിനെ ബാലേട്ടനിലെ ജഗതിയോടാണ് മാതാജി ഉപമിക്കുന്നത്. എന്താ ചെയ്യാ. പിന്നെ എന്റെ ഫേവറേറ്റ് ഫുഡൊക്കെ കഴിച്ച് സ്കോട്ട്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന നിധി പൊട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ കുളിച്ച് നൈറ്റി ഒക്കെ ഇട്ടിട്ട് സുഖമായിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങി.